നമ്മുടെ ജീവിതത്തിൻ്റെ ദുർഘട സന്ധികളിലെ പരിശുദ്ധ അമ്മയുമായി ആ വിഷയത്തെ എങ്ങനെ അതിജീവിക്കാം, അത് ജപമാല നമ്മൾക്ക് എന്തുമാത്രം ഏത് രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം, അതാണ് നമ്മുടെ ഈ ധ്യാന വിഷയത്തിൻ്റെ ഒരു സാരം. വളരെ ഹൃദ്യമായിട്ടാണ് ജനങ്ങൾ ഈ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ നെയിം ഒക്ടോബർ ഫംഗ്ഷൻ എന്നാണ്. പരിശുദ്ധ അമ്മയുടെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒക്ടോബർ ഫംഗ്ഷനാണ്. രാവിലെ 6:30 മണിക്ക് 5:30 മണിക്ക് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങുന്നത്. എന്നിട്ട് ജപമാല ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്ന ജപമാലയുടെ പ്രീമിയർ. ശേഷം 9:30 മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യുക ജപമാല. ഇപ്പോൾ ലൈവിനൊക്കെ നിറച്ച ആളാണ്. 17,000-ഓളം ആൾക്കാർ ഞങ്ങളുടെ കുർബാനയുടെ സമയത്തിനുള്ളിൽ ജപമാലയിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ വലിയൊരു ദൈവാനുഗ്രഹമാണ്. ഈ ലോകത്തെ 17,000 പേരുടെ കൂടെ ജപമാല ചെയ്യുക. അത് കഴിയുമ്പോൾ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് വീണ്ടും ജപമാല സ്റ്റാർട്ട് ചെയ്യാൻ അതൊരു 12,000 പേര് കൂടും ആ ജപമാലയ്ക്ക്. അത് ഉച്ച കഴിഞ്ഞുള്ള ജപമാലയ്ക്ക് 12,000 പേരുണ്ട്. അത് കഴിയുമ്പോൾ ഗൂഗിൾ മീറ്റ് കുറച്ച് പ്രയാസമുള്ള ജോലിയാണ്. എങ്കിലും ഞങ്ങളത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ജനങ്ങളെ വളരെ ഗൂഗിൾ മീറ്റ് എന്നെ അതിശയിപ്പിച്ചത് ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ആൾക്കാർ പറയണ ഗൂഗിൾ മീറ്റിലാണ്. അത് ചേടത്തിമാരൊക്കെ പറയും. അപ്പം അവർക്കെങ്ങനെ ഇതെല്ലാം ഈ ലിങ്കൊക്കെ എല്ലാം ഓപ്പൺ ചെയ്ത് കിട്ടണത്. വളരെ മുടങ്ങാതെ ഗൂഗിൾ മീറ്റിൽ കൂടുന്ന ചേടത്തിമാരും ഉണ്ട്. ചെറുപ്പക്കാർ പിന്നെ അവരുടെ ശുശ്രൂഷയാണ്, ചെറുപ്പക്കാരാണ് കൂടുതൽ അതിൻ്റെ അകത്തുള്ളത്. 1.5 മണിക്കൂർ കഴിയുമ്പോൾ പിന്നീട് ഈ സർമൺ ഓൺ സർവൈവൽ ആരംഭിക്കും. അതിനുശേഷം ജോബിനച്ചൻ്റെ ആരാധന, പിന്നീടും ജപമാല പ്രീമിയർ പോവുകയാണ്. ഒരു 85,000 പേരാണ് ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം ഈ ജപമാലയിൽ പങ്കെടുക്കുന്നത്. 85,000 പേര്. ഞങ്ങൾ രാവിലെ 5:30 തൊട്ട് അടുത്ത 5:30 വരെ യൂട്യൂബിൻ്റെ കാര്യം മാത്രം ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ ഫേസ്ബുക്ക് പറഞ്ഞിട്ടില്ല. യൂട്യൂബ് മാത്രമേ ഏതാണ്ട് 1,00,000-ഓളം പേര് ഒരു ദിവസം 1,00,000 പേര് പങ്കെടുത്ത്. 1.25 ലക്ഷം പേര് പങ്കെടുത്ത ദിവസമുണ്ട്. ഇപ്പോൾ ജനങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ കൂടെ അങ്ങ് നിൽക്കുക. പലരും മൊബൈല് TV-യുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. കാര്യം ഇത് ഭയങ്കര ഒരു അനുഗ്രഹമല്ലേ. കാര്യം നമ്മളുടെ നിങ്ങളുടെ കുടുംബത്തിൽ പോലും അങ്ങനെ പറ്റണി നിങ്ങൾ കുടുംബത്തിൽ പോലും ജപമാല ചൊല്ലി അങ്ങനെ പറ്റണില്ലല്ലോ. കാര്യം ഒരു സ്വർഗ രഹസ്യം, സ്വർഗസ്ഥനായതും 10 നന്മ പറഞ്ഞവരെയും കഴിയുമ്പോൾ നിങ്ങൾക്ക് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മിഷന് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, വ്യക്തിപരമായി പ്രാർത്ഥിക്കാം, അത് മൗനമായും പ്രാർത്ഥിക്കാം. അങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന ഇപ്പം നമുക്ക് ഇത് മാത്രമാണ് ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും ഹൃദ്യമായി പങ്കെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ക്രൈസ്തവ സഹോദരങ്ങൾ തോന്നുവേ ഇതെല്ലാത്തിനെയും ന്യാസനപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ല, മിഷൻ എന്ന് പറയുമ്പോൾ സഭയുടെ മനുഷ്യൻ്റെ നന്മയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള
ആധ്യാത്മികവും ഭൗതികവും വിദ്യാഭ്യാസപരവും ആതുരസേവനപരവുമായ സഭയുടെ ഈ ലോകത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള അതിൻ്റെ അകത്ത് പരിസ്ഥിതി മുതൽ മൃഗങ്ങൾ തൊട്ട് മനുഷ്യൻ വരെ ഉണ്ട്. കത്തോലിക്ക മിഷൻ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അതിൻ്റെ അകത്ത് പ്രൊഫഷണൽ കോളേജ് മുതൽ സയൻസിൻ്റെ അക്കാഡമി തൊട്ട് താഴെ പുല്ല് വരെ മിഷൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മുടെ മിഷനിലൊരു അച്ഛനെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, NIA. ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ചായക്കടക്കാരൊക്കെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പാവപ്പെട്ട വൈദികരെ അറസ്റ്റ് ചെയ്ത് എന്നെ ഇത് എങ്ങോട്ടാണ് പോണത്. പക്ഷെ ഒരു മിഷണറിനെ അറസ്റ്റ് ചെയ്തതിലാണ് സന്തോഷം. കാര്യം ഫാദർ സ്റ്റാൻ സ്വാമി തമിഴ്നാട്ടുകാരനാണെന്ന് തോന്നുന്നത്, മലയാളിയാണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ. പക്ഷേ സംഭവം വളരെ ഗൗരവമുള്ളതാണ്. KCBC പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ജാഗ്രതാ സമിതി. അച്ഛനെ എത്രയും വേഗം സത്യാവസ്ഥ മനസ്സിലാക്കി അച്ഛനെ മോചിപ്പിക്കണമെന്നാണ്. കാര്യം ഞങ്ങൾക്കും അത് തന്നെ അച്ഛനോട് നിങ്ങളോട് പറയാനുള്ളത്. കാര്യം നമ്മൾ ഈ NIA കോൺഗ്രസ് സർക്കാർ UPA സർക്കാരിൻ്റെ കാലത്ത് സൃഷ്ടിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പിനെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള ബഹിരാജ്യങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ആൾക്കാരായിട്ട് സംശയദൃഷ്ടിയോടെ കാണുന്നവരെ വിചാരണ ചെയ്യാൻ വേണ്ടിയുള്ള വേദിയാണ്. ഇതിപ്പോൾ വന്നപ്പോൾ എന്താ ഉദ്ദേശം എന്നറിയാൻ പാടില്ല. വെറുതെ പൊറോട്ട അടിക്കാരെയും കുർബാന ചെല്ലുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ എന്താ പറയുന്നത്, ഇതിൻ്റെ വിശ്വാസ്യത കുറച്ച് കഴിയുമ്പോൾ പോകും. അത് രാഷ്ട്രത്തിന് നഷ്ടമാണ്. അങ്ങനെ ചെയ്യാൻ പോകാൻ പാടില്ല. കാര്യം ഈ അച്ഛനെ തന്നെ സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് 83 ദിവസമുണ്ട് പാവത്തിന്, ജാർഖണ്ഡിലെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ, ഇതോടുകൂടി സ്റ്റാൻഡ് ചെയ്ത വർക്ക് എന്താണെന്ന് പിടിയിട്ടില്ലേ. എന്താ വർക്ക് ചെയ്തിരിക്കുന്നത്? ജാർഖണ്ഡിലുള്ള ആദിവാസികളുടെ ഇടയിൽ 50 കൊല്ലം പ്രവർത്തിച്ച ആളാണ്. 50 കൊല്ലമേ, 50 കൊല്ലം ആദിവാസികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ആദിവാസികളുടെ ഭൗതിക ജീവിത സാഹചര്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി. ഇപ്പം ഗവൺമെൻറ്റിന് ആ സ്ഥലം കോറികൾക്ക് കൊടുക്കണം. ഇവിടെ ഇന്ത്യയിൽ മുഴുവനും തുറന്ന് തിന്നുകയല്ല, ഇപ്പോൾ തുടങ്ങിയല്ല. ഞാൻ ഏതെങ്കിലും ഒരു സർക്കാരിനെ ഉദ്ദേശിച്ച് പറയണമല്ല. കോറി പ്രശ്നം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കർണാടക മുതലുള്ള കോറികൾ ഇന്ത്യ എവിടെയെല്ലാം ധാതു സമ്പത്തുണ്ട് അതെല്ലാം ബഹുരാഷ്ട്ര കുത്തകകളും കോർപ്പറേറ്റുകളും തുറന്ന് തിന്നുകയാണ്. അവരെങ്ങനെയെങ്കിലുമൊക്കെ ഗവൺമെൻറ്റിലെ മന്ത്രിമാർക്ക് സ്വാധീനം ചെലുത്തി പാർലമെൻറ്റിൻ്റെയൊക്കെ അനുവാദം വാങ്ങിച്ചെടുത്ത്, അതാണ് ഈ മഹാഭൂരിപക്ഷം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ജനാധിപത്യം മൊത്തമായും ചില്ലറയായും കോർപ്പറേറ്റുകൾക്ക് വിൽക്കപ്പെടും. ഈ മൃഗീയ ഭൂരിപക്ഷത്തിന് ജനാധിപത്യത്തിന് വന്നു കഴിഞ്ഞാൽ, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലായാലും സെൻട്രൽ ഗവൺമെൻറ്റിലായാലും മൃഗീയ ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ ജുഡീഷ്യൽ ഉൾപ്പെടെയുള്ളത് ഇവരുടെ കാൽക്കീഴിലാകുകയും പിന്നെ ധാതു സമ്പത്ത് ഇന്ത്യയും എല്ലാം ഇങ്ങനെ മൊത്തമായും ചില്ലറയായും പാട്ടത്തിനും അതുപോലെ തന്നെ വിൽപ്പനക്കൊക്കെ പോകും. രാജ്യം ഭരണം അസ്ഥിരപ്പെടത്തില്ല, അരാജകത്വം ഉണ്ടാകത്തില്ല. പക്ഷേ രാജ്യം ശോചനീയമായ രീതിയിൽ ദരിദ്രമാക്കപ്പെടും. അതാണ് എൻ്റെ ഒരു വിഷയം. അതാണ് നമ്മളെ അനുഭവത്തിൽ നിന്ന് കണ്ടുവരുന്നത്. ഇത് നമ്മളുടെ സബ്ജക്റ്റല്ല, ഇത് ഇക്കണോമിസ്റ്റുകൾ സംസാരിക്കേണ്ട വിഷയമാണ്. ഞാൻ അവർക്കത് ആവശ്യം വിടുകയാണ്. എന്നാലും എപ്പോഴും നമ്മൾ സംസാരിക്കേണ്ടത് ഇവിടെ കോറി, ആ ജാർഖണ്ഡിലുള്ള കോറികൾ ആ സ്ഥലത്തു നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കാനും അവിടെ വികസനം, സോ കോൾഡ് ഡെവലപ്മെൻറ്റ്. നമ്മൾ ഇന്ന് വികസനമെന്ന് പറയണത് ആർക്ക് വേണ്ടിയുള്ള വികസനമാണെന്നറിയാമോ? അത് ഒരു ക്രിമി ലെയറിന് വേണ്ടിയുള്ള വികസനമാണ്. എന്നാൽ ഇന്ത്യയിൽ 2% മനുഷ്യർക്ക് വേണ്ടി അവരുടെ കയ്യിലേക്ക് ഭൂമി പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഞാൻ കർഷക ബില്ലിനെയൊക്കെ പേടിക്കുന്ന ഒരു കാര്യം അതാണ്. ഇത് അവസാനം വരുമ്പോൾ ഈ 2%
ആൾക്കാരുടെ കയ്യിലേക്ക് നമ്മുടെ കൃഷിഭൂമി പോയി പോകുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ജമീന്ദാർമാരുടെയും ഒരു കാലം വരും, തിരിച്ചു വരും. അതാണ് പ്രശ്നം. ഇപ്പം ജമീന്ദാർമാർ ആശിച്ച് ആ പേരുകളിൽ ജന്മികൾ വരുന്നില്ലെങ്കിലും കോർപ്പറേറ്റുകൾ നെയോ ജമീന്ദാർമാരായിട്ട് പരിവർത്തനം ചെയ്യപ്പെടും. ഇപ്പം റിലയൻസോ അങ്ങനെ പോലെയുള്ള ഭയങ്കരമായ അദാനി അതുപോലെയുള്ള വലിയ ഗ്രൂപ്പുകളൊക്കെ ഇല്ലേ, അവർക്ക് വേണമെങ്കിൽ ഇന്ത്യയെ വിലക്ക് വാങ്ങിക്കാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു കാലം കഴിയുമ്പോൾ വീണ്ടും ഇപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നില്ലായിരുന്നല്ല കുറേ നാൾ. ഇപ്പോഴും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യാത്ത സംസ്ഥാനങ്ങളുണ്ട്. കാര്യം എന്താ? അവിടെ ജമീന്ദാർ ഭരണമാണുള്ളത്. സായിപ്പ് ഉണ്ടായിരുന്ന സമയത്തും അതിനുശേഷം നാട്ടു സായിപ്പ് ഭരിച്ചപ്പോഴും ഭൂമികൾ ആരുടെ കയ്യിലിരിക്കുന്നു? ജമീന്ദാർമാരുടെ കയ്യിലിരിക്കുന്നു. ഇതിനെതിരെയാണ് കാത്തലിക് മിഷൻ. അപ്പോൾ അതാണ് പ്രശ്നം. ഈ കണ്ട കാലങ്ങളിലെല്ലാം മിഷൻ പൊരുതിയത് എന്തിനാണ്? അതായത് ജമീന്ദാരന്മാരുടെ കയ്യിലുള്ള ഭൂമിയെ എന്തിനാണ് സിസ്റ്റർ റാണി മേരി മരിച്ചത്? ജമീന്ദാരന്മാരുടെ കയ്യിൽ നിന്നുള്ള ഭൂമി ആദിവാസികളിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ നടന്നപ്പോൾ സിസ്റ്റർ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. വേറെ കാര്യങ്ങളൊന്നും തന്നെ. അതുതന്നെ ആദിവാസികളുടെ ഇടയിലും അധസ്ഥിതരുടെ ഇടയിലും ന്യൂനപക്ഷത്തിൻ്റെ ഇടയിലും പാവപ്പെട്ട ഇവിടെ നമ്മളാണ് ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നൊക്കെ വിളിക്കണത്. ഞങ്ങളാരും അങ്ങനെ വിളിക്കാറില്ല. ഞങ്ങൾ വിളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വതസിദ്ധമായിട്ട് നിൽക്കാൻ കഴിവില്ലാത്ത അതായത് മാർജിനലൈസ്ഡ്. ഞങ്ങളെപ്പോഴും മിഷൻ എപ്പോഴും പ്രവർത്തിച്ചിരിക്കുന്നത് എവിടെയാണ്? മാർജിനലൈസ്ഡാണ്. അവരെ മുഖ്യധാരയെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇന്ത്യയുടെ ഏതാണ്ട് 33% വരുന്ന മാർജിനലൈസ്ഡ് പീപ്പിളുണ്ട്. അവരെ മുഖ്യധാരയെ കൊണ്ടുവരണം. അവരെ ന്യായസ്ഥാനപ്പെടുത്താനും മതം ചേർക്കാനല്ല. നിങ്ങൾ നോക്ക്, ചരിത്രം പരിശോധിക്കൂ. എവിടെയെല്ലാം ഇന്ത്യയിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട് അവിടെയെല്ലാം മിഷണറിമാരുണ്ട്. അഥവാ വേറെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മിഷണറിമാർ എന്ത് ചെയ്തു എന്ന് കണ്ടുപിടിച്ചിട്ടാണ് അവർ ചെയ്തത്. അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ ചില സമയത്ത് ഇതുപോലെയുള്ള ഇപ്പോൾ അവരുദ്ദേശിക്കുന്നത് ആ പാവപ്പെട്ട വൈദികനെ ആരും ഉപദ്രവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല. സ്വാമിയെ അവർ ഉപദ്രവിക്കുമെന്നോ തൂക്കിക്കൊല്ലുമെന്നോ ഒന്നും ഞങ്ങൾക്കൊരു പേടിയില്ല. ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കണത് എന്താണെന്ന് വെച്ചാൽ ആ അതായത് നമ്മുടെ കിഴക്കൻ ദേശങ്ങളിലെ മിഷണറി ഇതുപോലെയുള്ള വിദ്യാഭ്യാസ വികസന പ്രവർത്തനങ്ങളെ സബ്സിഡി ചെയ്യുക. അതാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഒരു കുതന്ത്രങ്ങളൊന്നും കാണിച്ചിട്ടൊരു കാര്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ഫുൾ ടൈമറാണ്. നിങ്ങൾ തിരക്ക് നോക്ക്. ഒരു കാത്തലിക് പുരോഹിതൻ്റെ ശമ്പളം എത്രയാണെന്ന് നോക്ക്. 4000 രൂപ ഭക്ഷണവും 6000 രൂപ ടോക്കറ്റ് മണി. ഞങ്ങൾ വർക്ക് ചെയ്യണേ. ഒരു ജന്മം മുഴുവൻ വർക്ക് ചെയ്യണേ. ഇതാണ് മിഷൻ എന്ന് പറയണത്. ഈ വർക്ക് ചെയ്യുന്നത് പോലെ നിങ്ങൾ നിങ്ങളൊരു MP കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതുപോലെ ഫുൾ ടൈമറായിട്ടുള്ള ആരെങ്കിലും കൊണ്ടുപോവാ. പിന്നെ ഞങ്ങൾ കട്ട് മുടിച്ചു അതുകൊണ്ട് ചർച്ചയായിട്ട് വേണമെന്നൊക്കെ പറഞ്ഞാലേ വാസ്തവത്തിൽ അതിൻ്റെ ഗൂഢമായ ലക്ഷ്യമാണ് ഇതിലുള്ളത്. അതായത് 10,000 രൂപയ്ക്ക് ഒരു മാസം ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന ഏത് മതത്തിൽ ഏത് ശുശ്രൂഷകരുണ്ടാവും? ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പം ഇങ്ങനെ വയറ് മുറുക്കി കൊടുത്തു 2 ഉടുപ്പ് മേടിച്ചു വെക്കുക. ഞങ്ങൾ തുച്ഛമായ ശമ്പളത്തോടെ സഭയെ സംരക്ഷിച്ചുണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. ഇപ്പം ഈ കൃപാസനത്തിന് നോക്കിയാൽ മതി. ഞാനിവിടെ വന്നിട്ട് കൊടിയും കുത്തിപ്പിടിച്ച് വന്നാണ്. സഭയുടെ സ്വത്തായത് 10,000 ഇവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. ഇതൊരു കമ്മിറ്റ്മെൻറ്റാണ്. ദിസ് ഇസ് മിഷൻ. ഇതാണ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയാണ് സഭയ്ക്കുണ്ടാകുന്ന എല്ലാ സ്വത്തും. ഈ സർക്കാർ ആക്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നവർ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് അച്ഛന്മാർ എവിടെയെങ്കിലും കളയാമെന്ന് വിചാരിക്കുന്നത് അത് ദൈവം തീരുമാനിക്കണ്ടേ? ഗവൺമെൻറ് തീരുമാനിച്ചിട്ട് എന്നാ കാര്യമിരിക്കണേ? അപ്പോൾ ഇതിന് ഒരാൾ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോഴും ഓർക്കണേ, എൻ്റെ സബ്ജക്റ്റ് എന്താ?
അതിജീവനം അമ്മയോടൊപ്പം, അതാണ് സബ്ജക്റ്റ്. അപ്പോൾ അതിജീവിക്കണമെങ്കിൽ അമ്മയോടൊപ്പം അതിജീവിക്കണമെങ്കിൽ അതിജീവിക്കണ ഒരു സാഹചര്യം ഉണ്ടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ് എവിടെ നിർത്തിയെന്നറിയാമോ? അതിൻ്റെ കൂടെ തന്നെയാണ് അടുത്ത അനുഭവം പറയണം, അല്ലെങ്കിൽ പിന്നെ അത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലാകാതെ വരും. കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞത് എന്താണ്, തൈക്കൽ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ വഴി കെട്ടിയടച്ചു. ഇടവകക്കാർക്ക് പോലും പോകാനുള്ള വഴി അവിടെ കെട്ടിയടച്ചു. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ. അതിനോട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയുകയാണ്. കാര്യം വഴി വീണ്ടും തുറന്നെങ്കിലും പിന്നെ അവിടെ എക്കച്ചക്കൽ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരുന്നു. കാര്യം ജനങ്ങളല്ലേ, പല വിധമാണ്, പല കൂറാണ് മനുഷ്യർ. അപ്പം അതുകൊണ്ട് ചില സമയത്ത് ഒരു കെട്ടിയടക്കും, ചില സമയത്ത് അഴിച്ചു മാറ്റും. അങ്ങനെ ഒരു കലാപരിപാടി നടന്നുകൊണ്ടിരുന്നു. ഞാനാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല, ഉള്ള വഴി കൂടി പോകും. അതിനിടയ്ക്കൊക്കെ ഉണ്ടായിരുന്ന സംഭവമാണേ. അഴിച്ചു മാറ്റി തൽക്കാലത്തേക്കുള്ള ഇഷ്യൂസൊക്കെ എല്ലാം കഴിഞ്ഞെങ്കിലും പിന്നെ അവർക്ക് അതിനകത്ത് 1-2 പേർക്ക് കൂറ് തോന്നുമ്പോൾ അവർ പിന്നെയും കൊണ്ടൊന്ന് പേര് കിട്ടും. ഞാനാണെങ്കിൽ ഈ നാട്ടുകാരനല്ലേ എന്നും പറഞ്ഞ് അവരതൊക്കെ ചിരിച്ചും പ്രാർത്ഥിച്ചും നടക്കും, ഒന്നും മൈൻഡ് ചെയ്യത്തില്ല ആ വിഷയം. നമുക്ക് പോകാനൊരു വഴിയുണ്ടെങ്കിൽ അത് ഞാൻ കർത്താവിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാണ്. കർത്താവിന് സമറിയയിലൂടെ പോകാൻ വേണ്ടി യൂദയായിലേക്ക് ജെറുസലേമിലേക്ക് പോകാൻ നേരത്ത് സമരക്കാർ വഴി വിട്ടില്ല. അപ്പോൾ അപ്പോസ്തലന്മാരൊക്കെ ക്ഷുഭിതരായി. അപ്പോസ്തലന്മാർ ക്ഷുഭിതരായെങ്കിലും കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ രൂപിയാനുള്ളത്? അതാണ് കർത്താവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ രൂപിയാനുള്ളത്? വഴി വിടാത്തവരെ നശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണമെന്ന്. എന്ത് മണ്ടത്തരാ! അപ്പം നിങ്ങൾക്ക് എന്താ അരൂപിയാണുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈശോ ഉദ്ദേശിക്കുന്നത് എല്ലാത്തിനും പരിഹാരമുണ്ട്, അരൂപി കറക്റ്റ് ചെയ്താൽ മതി എന്നുള്ള. അത് ഞാൻ കർത്താവിൻ്റെ നിന്ന് പഠിച്ചതാണ്. നിങ്ങളവിടെ ബഹളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. നിങ്ങളൊരു സ്ഥലത്ത് പീഡിപ്പിക്കപ്പെട്ടാൽ അടുത്ത സ്ഥലത്തേക്ക് പൊയ്ക്കോ, അല്ലെങ്കിൽ മലമുകളിൽ കയറി പൊയ്ക്കോ, ഇഷ്യൂസ് ഉണ്ടാക്കണ്ട എന്നൊരു നിലപാടാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇഷ്യൂസ് ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യണത്? ഇപ്പോൾ തന്നെ വീട് കയറി തല്ലിയവർക്കെതിരെ ഇപ്പം കേസായി, ഇന്ന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് ഇല്ലേ? ജാമ്യം നിഷേധിച്ച് മറ്റേ കക്ഷിക്ക് ജാമ്യം കൊടുത്തു. ആ കക്ഷിക്ക് ജാമ്യം കൊടുത്തത് അത് ഭയങ്കര സംഭവമാണ്. അതൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഭയങ്കര വിഷയമാണ്. കാര്യം സ്വന്തം അമ്മയും മകനെയും കൂടി കൂട്ടിപ്പോരും ആ മനുഷ്യൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ സാംസ്കാരിക കേരളത്തിൽ. പിന്നെ എങ്ങനെ മനുഷ്യൻ തല്ലാതിരിക്കൂ? ഞാൻ തല്ലിയ സപ്പോർട്ട് ചെയ്യുകയല്ല, പക്ഷേ അവരിപ്പോൾ എന്താ ചിരിക്കണത്? അത് അതിനേക്കാൾ വലിയ പുലി വരെയും. അയാൾ തേടി പോസ്റ്റ് ചെയ്തേ ഉള്ളൂ, ഇവർ നമ്മളെ കേൾപ്പിച്ച് പച്ചക്ക് വിളിച്ച് പറഞ്ഞു. ഇതാണ് കേരളം. ലാസ്റ്റ് ഇപ്പോൾ എന്നാ പറ്റി? അവർക്കും കോടതി ജാമ്യം നിഷേധിച്ചു. ജാമ്യം നിഷേധിച്ച് ആ കത്ത് പോകും ചിലപ്പോൾ, അല്ലെ പിന്നെ ഹൈക്കോടതിയിൽ പോകേണ്ടി വരുമായിരിക്കും. ഹൈക്കോടതിയും കൈ മലർത്തിയാൽ, കാര്യം സർക്കാരിൽ നിന്നല്ല ഉത്തരവാദിത്വം ചോദിച്ചിരിക്കുന്നത്. സർക്കാരിന് പറയാൻ പറ്റുമോ? സർക്കാരിന് കാര്യം ഇവർ തന്നെ വീഡിയോ എടുത്ത് കാണിച്ചിരിക്കുന്ന കാരണം സർക്കാരിന് പറയാൻ പറ്റുമോ? അവർ നിയമം കയ്യിലെടുത്തില്ല എന്ന് പറയാൻ പറ്റുമോ? കാര്യം അവർ തന്നെ എടുത്തതായിട്ട് അവർ തന്നെ വീഡിയോ എടുത്തിരിക്കണമല്ലേ. അപ്പം ഇത് ഒരു പുലിവാലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ ഓരോ ഇഷ്യൂസ് ഇങ്ങനെ ക്രിയേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്യൂസ് അല്ല, ഇപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കുരിശല്ല. ഇതൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കുരിശാണ്. അതല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന കുരിശുകളുണ്ട്. ഇപ്പം ഇത് ഞാനീ പറഞ്ഞ അങ്ങനെ ഒരു കുരിശാണ്. കാര്യം ഇടക്കും തലക്കും ഇങ്ങനെ വേലി കെട്ടി അടക്കുക, വഴിവിടാതിരിക്കുക. അപ്പം ഞാനെന്ത് ചെയ്ത്, ഞാൻ അവരോട് കംപ്ലൈൻറ്റ് ചെയ്യത്തില്ല. ഞാനവർ നിങ്ങളെന്തിനാണ് വേലി കെട്ടി അടച്ചത്? ഞങ്ങൾ പോകേണ്ട വഴിയല്ലേ? കാര്യം എൻ്റെ നിയമപരമായിട്ട് 64 മുതലുള്ള രേഖകൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, ഒരു ഇഷ്യൂ വന്ന് ഹൈക്കോടതിയിൽ പോകാൻ വേണ്ടി. പക്ഷേ എനിക്ക് തോന്നുന്നത് ദൈവത്തിന് പരിഹരിക്കാൻ വേണ്ടി അവസരം കൊടുക്കുമ്പോൾ നിയമപരമായിട്ടുള്ള പരിഹാരത്തിനേക്കാളും കർത്താവ് പരിഹരിക്കുമ്പോൾ പഴുതില്ലാതെ പരിഹരിച്ച് കളയത്തില്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ ഈ വിഷയം 3 കൊല്ലത്തോളം പ്രാർത്ഥിച്ച്. ഇപ്പം നിങ്ങൾ ഇറക്കിയപ്പോൾ ജോസഫച്ചൻ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ അപ്പോഴപ്പം നടക്കുമെന്ന് വിചാരിക്കും. അപ്പോഴപ്പം നടക്കുന്ന കേസുണ്ട്, വർഷങ്ങളെടുക്കുന്ന കേസുണ്ട്. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യാൻ പഠിക്കണം. ജപമാലയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
അതപ്പോൾ ഈ വഴി പള്ളിയിലൊക്കെ പോകാനുള്ള ഒരേ ഒരു വഴിയാണ്. തോന്നുമ്പോൾ ഓരോരുത്തർ വന്ന് ആ വീട്ടുകാർ വന്ന് അടക്കുകയും തുറക്കുകയും ചെയ്യണത്. മനുഷ്യനെ കുരങ്ങളിപ്പിക്കുന്ന ആൾക്കാർ ഞാൻ ഇടയ്ക്ക് ചവൊക്കെ കൊണ്ടുവരുമ്പോൾ പിണം കൊണ്ടുവരുമ്പോഴൊക്കെ ഈ നമ്പർ കാണിക്കുമ്പോൾ ഞാൻ വിഷമിച്ച് പോയിട്ടുണ്ട്. കാര്യം ജനത്തിൻ്റെ ലക്ഷണം മാറിയാൽ പിന്നെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഒരു പരിപാടി ചെയ്ത്, അതായത് അതെല്ലായിടത്തും പള്ളിയിലും ചെല്ലുമ്പോൾ ഇപ്പം ഞാൻ തൈക്കാട്ട് ചെയ്യുന്നുണ്ടത്. അതായത് പള്ളിയുടെ വാതിക്കൽ എല്ലാവരും പോയി കഴിയുമ്പോൾ കർത്താവ് മാത്രമാകത്തില്ലേ. അത് ഭയങ്കര രസമുള്ള സമയമാണ്. അച്ഛന്മാർക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയ ഭാഗ്യമുള്ള സമയമാണ്. കാര്യം ജനങ്ങളെല്ലാം പിരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കർത്താവും അച്ഛനും മാത്രമാകുന്ന സമയമുണ്ട്. അത് രാത്രിയാണെങ്കിൽ ചിലപ്പോൾ ദിവ്യകുർബാനയുടെ അരികിലല്ലേ നമ്മൾ കിടന്ന് ഉറങ്ങണത്. അത് വാഗ്ദാന പടകത്തിൻ്റെ കീഴെ കിടന്ന് ഉറങ്ങണ പോലെയുള്ള സാമൂലിൻ്റെ അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഈശോ മാത്രമായി കഴിയുമ്പോൾ ഞാൻ പള്ളിമുറ്റത്ത് തൈക്കപ്പള്ളി വന്നിട്ട് കൈ വിരിച്ച് പിടിച്ചെന്ന് പ്രാർത്ഥിക്കും. ജപമാല. അപ്പോൾ ജപമാല ഇങ്ങനെ തൂക്കിയിടും. ജപമാല തൂക്കിയിട്ട് ഞാൻ കർത്താവേ, ഇത് ഒരു എങ്ങു പറ്റാത്ത ഒരു റോഡാണ് വഴിയാണ് നമുക്കുള്ളത്. ചില സമയത്ത് അടക്കും, ചില സമയത്ത് ഉറക്കും. ഇത് നമുക്കിതിന് ഇവിടുന്ന് പോയി പിഴക്കാൻ ഇത് ഇപ്പം ഞാനൊരു ദൈവം എന്തിനാണ് നീ പള്ളി കൊണ്ട് നിൻ്റെ അടുത്ത് വെച്ചത്? കാരണം ചുറ്റും ക്രൈസ്തവർ ആരുമില്ല, അങ്ങോട്ട് പോകാൻ വഴിയില്ല, വഴിയുള്ളവർ മറ്റുള്ളവരുടെ അതിനെതിരാണ്. ഇതെങ്ങനെ ഇവിടെ പുലരും എന്ന് ഞാൻ എപ്പോഴും ഓർത്തു പ്രാർത്ഥിക്കും. പക്ഷെ അത് അന്നത്തെ കാലത്ത് അവിടെ നിന്ന് സ്ഥലം കിട്ടിയത് 84 സെൻറ്റ് 1884 കിട്ടിയ സ്ഥലമാണ്. ഒരു 3 ഏക്കർ സ്ഥലത്തോളം ഒരാൾ വെറുതെ തന്നതാണ്. അപ്പം അവിടെ സ്ഥലം കിട്ടിയുള്ളൂ, അതുകൊണ്ട് അവിടെ പള്ളി വെച്ചു. പക്ഷേ ഇങ്ങനെ നമ്മൾ എലിപ്പത്താഴത്തിലായിപ്പോയി. അപ്പം ഇങ്ങനെ ജീവിതത്തിൽ ചിലപ്പോൾ എലിപ്പത്താഴത്തിലായിപ്പോവും. ഇപ്പം ഞാൻ ഈ പള്ളിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ കാര്യം ഓർക്കുന്നുണ്ടാവും. നിങ്ങൾക്കും ചിലപ്പോൾ വഴിയില്ലാത്ത ആൾക്കാരാകാം, അപ്പം ഞാൻ എങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ പറയണത്. ഞാൻ 3 വർഷത്തോളവും ഈ പള്ളിയുടെ വാതിക്കലുണ്ടാകുന്ന ഒരു 10-15 സെൻറ്റ് സ്ഥലമുണ്ട്. അത്രേ ഉള്ളൂ പള്ളിക്ക് ഗ്രൗണ്ട്. അത് വേറെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല, മരമൊന്നും വെച്ചിട്ടില്ല. ആ പള്ളിയുടെ മുറ്റം പോലെ തന്നെ കിടക്കുന്നുണ്ട്. ഈ മുറ്റത്തൊരു കുരിശ് വെച്ചിട്ടുണ്ട്. കാര്യം പള്ളിക്ക് സ്ഥലമില്ലാത്ത കാരണം പല വാതിക്ക തന്നെ കുരിശ് കുത്തിയിരിക്കണേ, നമുക്ക് ഈ പ്രദക്ഷിണമൊക്കെ തിരിച്ചു വരാൻ വേണ്ടി. അപ്പം ആ കുരിശിൻ്റെ അടുത്ത് എന്ന് വെച്ചും ഞാൻ ഈ മുഖവാരം നോക്കിയിരുന്നുണ്ട് ജപമാല ചൊല്ലുക. 1, 2 അല്ലേ 3 വർഷം ചൊല്ലി. 3 വർഷം ചൊല്ലാൻ കഴിഞ്ഞാൽ നമുക്ക് നോക്കിയ ഒരു മാർഗമില്ല. അതാണ് വിഷയം. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. ഇപ്പം എൻ്റെ കാലത്താണെങ്കിലും എനിക്ക് ആൾക്കാരുമായിട്ടൊക്കെ നയത്തിലൊക്കെ നിൽക്കാനറിയാം, ക്ഷുഭിതനായിട്ട് നിൽക്കാനും അറിയാം, എല്ലാ തഞ്ചത്ത് നിൽക്കാനും അറിയാം, താഴത്ത് നിൽക്കാനൊക്കെ അറിയാം. പക്ഷേ വേറെ വല്ലതൊക്കെ ആണെങ്കിൽ ചില സമയത്ത് ഇഷ്യൂ ഇങ്ങനെ നടക്കത്തില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കാര്യം എന്ന് വെച്ചാൽ ബേസിക്കായിട്ട് അവരെല്ലാവരും നല്ല ആൾക്കാരാണ്. ഈ പള്ളി ചുറ്റത്ത് കിടക്കുന്നവർ ബേസിക്കായിട്ട് ബെസ്റ്റ് മനുഷ്യരാണ്. ഡീല് ചെയ്യണമെന്ന് പക്ഷേ ഡീല് ചെയ്യണമെങ്കിൽ അല്പം പാളിച്ച വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈ മുറിയും. അപ്പം അത് ഒരു ശാശ്വത പരിഹാരമല്ലല്ലോ. അപ്പം ശാശ്വത പരിഹാരം കർത്താവിൻ്റെ അടുത്തുണ്ട്. അമ്മ ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടും. ഇതാണ് പ്രശ്നം. കാനായിലെ കല്യാണത്തിൻ്റെ വിഷയം അതാണ്. അത് ഞാനെപ്പോഴും ഓർക്കും, കാനായിൽ വെള്ളം വീഞ്ഞും തീർന്നു പോയ കാര്യം ആ പത്രോചന വല്ലതുമാണ്. കാര്യം പത്രോചന വല്ലതുമാണ് പറഞ്ഞിരുന്നെങ്കിൽ കുറേ അത്ഭുതമൊക്കെ കഴിഞ്ഞിട്ടാണ് പറയുന്നത്, കുഴപ്പമില്ല. ആദ്യത്തെ അത്ഭുതത്തിനാണ് പ്രശ്നമുള്ളത്. ഒരത്ഭുതം നടക്കാത്ത ആദ്യം ഇങ്ങനെ വന്ന് ഒരു ഇടപെടലും ഉണ്ടാകാൻ പാടായിരിക്കും. അത് ശരിക്കും അത് അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവിടെ യേശു വഴങ്ങിയത്. കാര്യം ആദ്യത്തെ അടയാളമല്ലേ. ഇപ്പം അപ്പോസ്തലന്മാരാരും പറഞ്ഞിരുന്നെങ്കിൽ കർത്താവിൻ്റെ നിലപാട് വ്യക്തമാണ്, എനിക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കാര്യം നോക്കാൻ പറയും, അത്രയേ ഉള്ളൂ കാര്യം. പക്ഷെ അമ്മ പറയുമ്പോൾ വിഷയം വിസിബിൾ അല്ല എന്നുണ്ടെങ്കിലും യേശുവിനത് ഒഴിവുകഴിവ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മളെ ജപമാല ചൊല്ലി അമ്മയെക്കൊണ്ട് പറയിപ്പിക്കണ കാര്യം അതാണ്. നിയമപരമായിട്ട് നോക്കിയാൽ നമുക്ക് അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇപ്പം എൻ്റെ അവസ്ഥ കണ്ട, എനിക്ക് ആ പള്ളിയിലേക്ക് വഴി കിട്ടാൻ സാധ്യതയില്ല. കാര്യം വെച്ചാൽ ആ വരുന്ന വഴി കുറച്ച് 30 മീറ്ററോളം
ഹൈന്ദവ സഹോദരങ്ങളുടെ കയ്യിൽ, ഒരു 10 മീറ്ററോളം മുസ്ലിം പള്ളിയുടെ കയ്യിലാണ്. എങ്ങനെ ആ വഴിയെല്ലാമേ, ഒരു റോഡിൽ നിന്ന് വരുന്ന വഴികളെല്ലാം ഞാൻ പോരുന്ന സമയത്ത് ഒരു റെക്ടിഫൈ ചെയ്തു, ലാൻഡിന് പകരം ലാൻഡായി കൊടുത്തു. അത് ആ മുസ്ലിം പള്ളിയുടെ കയ്യിലുള്ള സ്ഥലം നമ്മൾ വാങ്ങിച്ചായിരുന്നു. അപ്പം ഇങ്ങനെ എന്നാലും സെറ്റ് ചെയ്യാൻ എത്രയോ വർഷത്തെ പ്രശ്നമാണ്, എത്രയോ വർഷത്തെ പ്രശ്നമാണ്. സിമ്പിളായിട്ടൊക്കെ അവർ തന്നെ എൻ്റെ അടുത്ത് പോകുന്ന വെച്ചാൽ ഞങ്ങൾക്ക് വേറെ ലാൻഡ് എവിടെയെങ്കിലും തന്നു കഴിഞ്ഞാൽ പള്ളിയുടെ സ്ഥലം ഈ വഴി തന്നേക്കാതെ പറഞ്ഞ് മുസ്ലിം പള്ളിയിൽ തന്നെ അവർ വന്ന് കമ്മിറ്റിക്കാർ വന്ന് എന്നെ കണ്ടായിരുന്നു. ഈ ജപമാല എന്ന് പറയുമ്പോഴല്ലോ എല്ലാത്തിനും ഇതിനകത്ത് പരിഹാരം ഇരിപ്പുണ്ട് മക്കളെ. അത് അമ്മ വഴി ചോദിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിന് നിങ്ങൾക്ക് അമ്മയുടെ കൂടെ ഒരു ആത്മബന്ധം, അമ്മയോട് നമുക്ക് ഉണ്ടാകേണ്ടതേ ആത്മബന്ധമാണ്. ശരിക്കും ആത്മബന്ധം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിലർ ഒക്ടോബർ മാസം അമ്മയുടെ മാസം എന്നാൽ കൂടിയേക്കാന്ന് വിചാരിക്കും. പിന്നെ ഈ ആളിൻ്റെ പൊടി കാണത്തില്ല. ഞങ്ങളൊക്കെ അങ്ങനെയല്ല അമ്മയോട് നിൽക്കണത്. അമ്മയുമാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ 24/365 ദിവസമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ അമ്മയുടെ അടുത്ത് കൊന്തയും കൊണ്ട് വരുമ്പോൾ അമ്മനെ കൊന്ത കാണിച്ച് പേടിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരല്ല. അതായത് അമ്മയ്ക്കറിയാം ഇത് എവിടെ പോയാലും ചുറ്റിക്കറങ്ങി ഒരു ദിവസത്തിൽ ഒരു 4-5 പ്രാവശ്യമെങ്കിലും അമ്മയുടെ മുമ്പിൽ വരുമെന്നറിയാം. അതൊരു ബന്ധമാണത്, ആത്മബന്ധമാണ്. ഞാൻ നിങ്ങളോട് പറയണത് ഈ ഒക്ടോബർ മാസത്തെ നിങ്ങൾ അമ്മയുമായിട്ട് ഇപ്പം അച്ഛൻ ജോസഫച്ചൻ എന്നാ പറയണത്, ജോസഫച്ചൻ പറയണത് കൊന്തയിലാണ് അങ്ങനെയല്ല ഞാൻ പറയണത് നിങ്ങൾ ഒക്ടോബർ മാസത്തെ അമ്മയുമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കണം. പണ്ടത്തെ മനുഷ്യർക്കൊക്കെ അങ്ങനെ ഈ സാറ്റർഡേ സർവീസൊക്കെ ഉണ്ടായിരുന്നു. അവർ ശനിയാഴ്ച പള്ളി കുർബാന മുടക്കത്തില്ല, ഞായറാഴ്ച പോലെ തന്നെ കുർബാന മുടക്കത്തില്ല. ജപമാല എൻ്റെ അപ്പനൊക്കെ നീലക്കൊന്ത ഉപയോഗിക്കത്തില്ലായിരുന്നു, ഞാൻ റെഡും പല കൊന്ത ഉപയോഗിക്കും. അപ്പൻ മരിക്കണത് വരെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഒരു കൊന്ത പൊട്ടിയ ആ പൊട്ടി കെട്ടി കിടക്കും. ഒരു നീലക്കൊന്ത കണ്ടെത്തണവരെ അപ്പൻ ആ കൊന്തയും കെട്ടിക്കൊണ്ട് നടക്കും. അത് അവർ തമ്മിൽ ഭയങ്കര ബന്ധമായിരുന്നു. അപ്പം മരിക്കണ സമയത്ത് 23 ദിവസത്തോളം അപ്പൻ ഇങ്ങനെ ബോധമില്ലാണ്ട് കിടന്നു. 23-ാം ദിവസം അമ്മ എന്ന് വിളിച്ച് 10 മണി പോലെ വിളിച്ച് 3 മണി അപ്പോൾ എൻ്റെ ആൻറ്റിമാർ കൊണ്ടുവന്ന് അപ്പൻ്റെ അമ്മനെ കാണിച്ച്. അപ്പൻ്റെ അമ്മ അന്ന് ആയിരിപ്പുണ്ടായിരുന്നു. അപ്പം അച്ഛൻ അമ്മനെ വിളിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിച്ചുകൊണ്ട് 2 ചുറ്റമ്മമാരും കൂടി അമ്മനെ നടത്തിക്കിച്ചുകൊണ്ട് വന്ന് അപ്പൻ്റെ അടുത്ത് വെച്ചു. അപ്പം കാണുമ്പോൾ കണ്ണുടച്ച് ബോധമില്ല, പല്ലും കിടിപ്പിടി കിടക്കുകയാണ്. 23 ദിവസമായി. ആൻറ്റിമാർ പറയുന്നത്, ചുറ്റമ്മമാർ പറയുന്നുണ്ട്, ദേ അച്ഛായ ദേ അമ്മ വന്നു എന്ന് ആര് നോക്കാൻ. അതല്ലായിരുന്നു പ്രശ്നം. അതായത് ഈ മനുഷ്യൻ ശനിയാഴ്ച ഒന്നും കുർബാന മുടക്കത്തില്ല. പള്ളിയിൽ നിന്ന് വന്നാൽ ഉടനെ ചെമ്പരുത്തിപ്പൂക്കെ പറിച്ചുകൊണ്ടൊന്ന് മാതാവിന് വെക്കും. ശനിയാഴ്ച ധർമ്മം കൊടുക്കും, ധർമ്മക്കാരെ വീട്ടിൽ വന്ന് വിളിച്ച് ചോറ് കൊടുക്കും. അങ്ങനെ കുറേ പരിപാടിയൊക്കെ അപ്പന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അപ്പം പട്ടാളത്തിൽ നിന്ന് ഷോർക്കീപ്പർ പരിപാടിയും കഴിഞ്ഞ് വന്നപ്പോൾ മാതാവിൻ്റെ ഒരു രൂപം കൊണ്ടാണ് വന്നത്, അതേ ഉണ്ടായിരുന്ന കയ്യിൽ. അപ്പം അങ്ങനെ അപ്പയുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പൻ്റെ മരണസമയ അപ്പം ഞാൻ പുത്തൻതോപ്പിൽ ധ്യാനം നടത്തി കൊടുക്കുമ്പോൾ തിരുവനന്തപുരത്ത് പുത്തൻതോപ്പിൽ ധ്യാനം നടക്കുന്ന സമയത്ത് അതും മരിയന്താനം നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സന്ധ്യക്കാണ് അമ്മ എനിക്ക് ബോധം തന്നത്. എടാ അന്ന് അമ്മ എന്ന് വിളിച്ചത് നിൻ്റെ അപ്പൻ രാവിലെ നമ്മൾ വിളിച്ചില്ലേ, അതിൻ്റെ ഐ വാസ് ദെയർ. അപ്പോൾ ഞാൻ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ പിന്നെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കണം. ഞാൻ കണ്ട്. കാര്യം എന്താ, എത്രയോ വർഷം നമുക്കറിയത്തില്ലായിരുന്നില്ല, അമ്മയാണ് വന്നതെന്ന് അറിയത്തില്ലല്ലോ. ആത്മബന്ധം ഉണ്ടാകുമ്പോൾ അമ്മയുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകും. അമ്മയുമായിട്ട് വിശ്വാസ ബന്ധമല്ലേ കത്തോലിക്ക സഭയിൽ പലർക്കും ഉള്ളത്, വിശ്വാസ ബന്ധമാണ്, സ്നേഹബന്ധമല്ല, ആന്തരികമായ ആത്മബന്ധമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് ആ പ്രാർത്ഥന. അങ്ങനെ അതായത് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത്, അപ്പോഴേക്ക് മനസ്സിലായി മരണസമയത്ത് അമ്മയുടെ കൂടെ നടന്ന
ഏത് മരണസമയത്തായാലും ആൾ വരുമെന്ന്. അതാണ് സംഭവം. അപ്പം ഇതുപോലെ ഞാനൊരു ഇതുപോലെ ഈ 3 വർഷത്തെ ജപമാല സദ്യക്ക് നടക്കുന്നുണ്ട്. അത് രാത്രിയും ചെല്ലും. ഞാൻ അതിലങ്ങനെ ഒരു ദിവസം ഞാൻ വെറുതെ ഇങ്ങനെ ഈ 12 മണി വരെ അന്ന് ആൾക്കാർ വരും. രാവിലെ മുതൽ കുർബാനയ്ക്ക് വരുന്ന ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കും കാണാൻ വേണ്ടി. അതിനെ കണ്ട് പ്രാർത്ഥന സഹായം ചോദിക്കാൻ വേണ്ടിയും കാര്യം പറയാൻ വേണ്ടിയും കണ്ട് 12:30 ആകുമ്പോൾ ഞാൻ ചീട്ട് തീരുമ്പോൾ എല്ലാവരെയും പറഞ്ഞു വിടും. കാര്യം 12:30 ആകുമ്പോൾ ശരീരമൊക്കെ ചൂടാവുകയെ വല്ലാണ്ടായി പോകും. എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ തൈക്കപ്പള്ളി മേടയിൽ അങ്ങനെ ഇരിക്കുകയും. ഇപ്പം എനിക്ക് അപ്പോഴും ഒരു പരിപാടിയുണ്ട്. അതായത് ആൾ പിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊന്ത കയ്യിലെടുക്കും. ആൾ പിരിഞ്ഞത് കണ്ട ഉടനെ കൊന്ത കയ്യിലെടുക്കും. കാര്യം ഒരു കൊന്തയല്ല, ഊണ് വരണതിന് മുമ്പ് ഊണൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ ഊണ് വരണതിന് മുമ്പ് ഒരു കൊന്തയെല്ലാം സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തൈക്കപ്പള്ളി മേട പടിഞ്ഞോട്ട് തുറന്നു കിടക്കുകയും അതിൻ്റെ മുമ്പിലൊരു അരമതിലുണ്ട്. അപ്പോൾ അരമതിലൊക്കെ ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ വെച്ചതാണ്. നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടികൾ, നല്ല ഗ്രോട്ടൺ ചിലച്ചെടിയുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മെച്ചപ്പുറത്ത് നിന്ന് കൈ കുത്തുന്നുണ്ട് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. ജപമാല ചൊല്ലിക്കൊണ്ട് ഞാൻ ഇരിക്കണം, മുമ്പിലോട്ട് നോക്കിക്കൊണ്ടിരിക്കണേ. ഇപ്പം പള്ളി എൻ്റെ അപ്പുറത്ത്, അതും പഠിച്ചോണ്ട് ദർശനം. ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈശോ എൻ്റെ ഇടതുവശത്തെ അരമതിലിൻ്റെ അവിടെ ഈശോ നിൽക്കുകയാണ്. എന്നിട്ട് ഈശോ പടിഞ്ഞോട്ട് കൈ ചൂണ്ടിക്കൊണ്ട് നിൽക്കണം. ഞാൻ 12 മണിക്ക് കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ ഈശോ നിൽക്കണേ കൈ ചൂണ്ടിക്കൊണ്ട് പടിഞ്ഞോട്ട് കൈ ചൂണ്ടി. അപ്പോൾ ഞാനൊരു ഈശോ എന്തിനാ പടിഞ്ഞോട്ട് ഒരു ഒറ്റ ഗ്ലാൻസാണ് വെച്ചാൽ വെള്ള ഒറ്റ ഉടുപ്പിട്ട് ചുവപ്പ് മേലങ്കി ധരിച്ച് കൈ പടിഞ്ഞോട്ട് ചൂണ്ടി നിൽക്കണം ഈശോ. പെട്ടെന്ന് അപ്പം ഞാനൊരു ഈശോ എന്താ അവിടെ നിൽക്കണത്? ഈശോ പടിഞ്ഞോട്ട് കൈ സ്വപ്നമല്ലേ, നേരെ കാണുകയാണ് ഈ സംഭവം. അപ്പോൾ ഞാൻ തിരുവടുത്ത് എന്താണ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഒറ്റ ഗ്ലാൻസ് അല്ലേ. എന്താ സംഭവം? അവിടെ ഒരു ആ അരമതിലൊരു തൂണുണ്ട്, വെള്ളത്തൂണ്. അതുമേ ഒരു ചെടിച്ചട്ടി ഇരിപ്പുണ്ട്. ആ ചെടിച്ചട്ടി ഒരു ഗ്രോട്ടനുണ്ട്. ഗ്രോട്ടൻ്റെ ഒരു ഗ്രോട്ടനത്തെ ഇലച്ചെടിയുടെ ഒരു കമ്പയിൽ ഒരു ഇലയുമില്ല. പിള്ളേർ പറിച്ചതാണ്, പള്ളിയിൽ വന്ന് പിള്ളേർ പറിച്ചതാണ്. ആ കമ്പ് അങ്ങനെ പടിഞ്ഞോട്ട് നോക്കി നിൽക്കുക. അപ്പം നമ്മൾ ഈ കർത്താവിൻ്റെ ഒറ്റ ഉടുപ്പിൻ്റെ വെള്ളത്തൂണും പിന്നെ ഗ്രോട്ടൻ്റെ ചുവപ്പ് ഇലകളെല്ലാം ചുവപ്പല്ലേ, ആ ചുവപ്പ് ഇലയെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മേലെങ്കിടെ ആ ഭാഗത്താണ് വന്നിരിക്കണത്. അതിന് പറ്റുന്ന ഒരു ഷേപ്പാണ്. അത് കൈ ചൂണ്ടിക്കൊണ്ട് നിൽക്കണ പോലെ ആ കമ്പ് നീണ്ടു നിൽക്കണത് കൈ ചൂണ്ടിയതാണ്. അപ്പോൾ സംഭവം ഒരു പെട്ടെന്ന് കണ്ടത് അപ്പോൾ എനിക്ക് പണ്ട് വരെ ഇങ്ങനെയുള്ള കാര്യം വാച്ച് ചെയ്യണൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അതൊരു സന്ദേശമാണെന്ന് എനിക്ക് മനസ്സിലായി. കർത്താവ് കൈ ചൂണ്ടിക്കൊണ്ട് പടിഞ്ഞോട് നിൽക്കണത്. അപ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കമ്മിറ്റി വിളിച്ച് സാധാരണഗതി ഞാനിങ്ങനെ ഒരു ദർശനം കണ്ട് കർത്താവ് ഇങ്ങനെ കൈ ചൂണ്ടി പടിഞ്ഞോട് നിൽക്കണം. അപ്പോൾ ഞാൻ കൊന്ത ചെല്ലുകയായിരുന്നു. നമുക്ക് ഈ പടിഞ്ഞാറോട്ട് കടപ്പുറം വരെ റോഡ് ഇനി സ്ഥലം കിട്ടാൻ വല്ല മാർഗം ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ എൻ്റെ അച്ഛൻ അത് അങ്ങനെ വഴിയില്ലല്ലോ, കാടല്ലേ, അങ്ങനെ വഴിയില്ല. ഓരോരുത്തന്മാരുടെ പറമ്പും തോടും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. ഒരു 1-2 കിലോമീറ്റർ ഉണ്ട് പടിഞ്ഞാറ് വരെ. അതെല്ലാം പല ആൾക്കാരും ഇല്ല, വേറെ നാട്ടുകാരെയൊക്കെയാണ് മേടിച്ചിട്ടിരിക്കുന്നത് അവിടെ. പണ്ടിട്ടിരിക്കുകയാണ്, പണ്ട് വരെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പോകാനാണ്, അത് വെറുതെ അച്ഛൻ തോന്നിയാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു പ്രശ്നമുള്ളത്, എനിക്ക് തോന്നലൊന്നും അംഗീകരിക്കത്തില്ല. അതാണ് ദൈവ സന്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി ഈ തോന്നലാണെന്ന് പറയുന്ന ആദ്യത്തെ ആ സെക്ഷനില്ലേ, അത് ബുദ്ധിയുടെ ചുമ്മാ ഒരു കള്ളത്തരവാണ്. അത് നമ്മൾ അംഗീകരിച്ച് പോയാൽ പിന്നീട് ദൈവം ഒരിക്കലും നമ്മളോട് സംസാരിക്കത്തില്ല. ഞാൻ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരക്കിയെടുത്ത് പ്രിൻസിപ്പൽ സ്ഥലം ആരാണെന്ന് തിരക്കി. അപ്പോൾ പ്രിൻസിപ്പൽ സ്ഥലം ആരുടെയാണെന്ന് തിരക്കി കഴിഞ്ഞപ്പോൾ ഒരു ഈഴവ സഹോദരൻ്റെതാണ് ആ സ്ഥലം. അങ്ങനെ ആ നാട്ടുകാരനില്ല, മായിത്തറയെന്ന് പറയും, ചേർത്തല താമസിക്കുകയാണ്. വലിയ ധനാഢ്യനായ മനുഷ്യനാണ്, പാരമ്പര്യമുള്ള കുടുംബമാണ്. അപ്പം ഞാനൊരു പണി ചെയ്ത് ഞാനൊരാളെയും വിളിച്ചുകൊണ്ട് ഒറ്റക്ക് പോയി. കാര്യം എൻ്റെ മനസ്സിൽ ഉറപ്പ് എന്താ, ഈശോ പടിഞ്ഞോട്ട് കൈ ചൂണ്ടി നിൽക്കുന്നതാണ് എൻ്റെ ഉറപ്പ്.
എൻ്റെ മനസ്സ്, അതാ ഉറപ്പ്. എൻ്റെ ആസ്തി, എൻ്റെ ഗൈഡ് ലൈൻസും അതാണ്. അപ്പോൾ ഞാൻ മായത്തറ അപ്പാപ്പനായിരുന്നു. അപ്പാപ്പനോട് അപ്പാപ്പ, ഞാൻ ഈ തൈക്കാപ്പള്ളിയുടെ അച്ഛനാണ്, അവിടെ ഞങ്ങൾക്ക് പോകാൻ വഴിയില്ല, അതുകൊണ്ട് റോഡിടാൻ വേണ്ടി അപ്പാപ്പൻ സ്ഥലം തന്ന ഞങ്ങൾ മറ്റുള്ളവരോട് സ്ഥലം മേടിച്ച് ഞങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നോട് ചോദിച്ചു, പഞ്ചായത്തുകാർ റോഡ് ഇടുമോയെന്ന് ചോദിച്ചാൽ, അപ്പം ഭയങ്കര ബെസ്റ്റാണ് പാപ്പൻ. അത് ഈ കൊന്ത എല്ലിക്കൊണ്ട് പോയാലുണ്ടല്ല എല്ലാ മനുഷ്യരും നമുക്ക് അനുകൂലമാകും. അപ്പം പറഞ്ഞു, അച്ഛാ എനിക്കവിടെ 2 ഏക്കർ സ്ഥലമുണ്ട്, അതിൽ അച്ഛനീ പറഞ്ഞ സ്ഥലത്തിൽ നിന്ന് 30 മീറ്റർ സ്ഥലമെങ്കിലും വേണം. 30 മീറ്റർ സ്ഥലത്തിൽ അച്ഛന് വിലയൊക്കെ അറിയാലല്ലേ? ഞാൻ പറഞ്ഞു വില തരാറൊന്നും ഇല്ലയെന്ന് പറഞ്ഞ്. ആ ശരി അച്ഛൻ ബാക്കിയുള്ള സെറ്റാകും പറഞ്ഞു. അപ്പം അപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഒരു ക്രിസ്ത്യാനിയുടെ സ്ഥലമാണ് അടുത്തത്. അതും ഭയങ്കര ധനായിട്ട്, നാട്ടുകാരനല്ല, ചേർത്തലക്കാരനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം അമ്പനും ബില്ലിനും എടുക്കണില്ല. അതാണ് വ്യത്യാസം. ഈ വ്യത്യാസങ്ങൾ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും അനുഭവിച്ചിട്ടുണ്ട്. ഈ വ്യത്യാസം അക്രൈസ്തവർ നമ്മളെ സ്നേഹിക്കുകയും ക്രൈസ്തവർ നമ്മുടെ ദൗത്യങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന ഈ വിരോധാഭാസം ജീവിതകാലം മുഴുവൻ അനുഭവിച്ചിട്ടുണ്ട്. അതെന്നും കാര്യം അത് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഇതിൻ്റെ ഒരു സംഭവം. അങ്ങനെ ഉണ്ട് ഇവിടെ. കാര്യം ഒരു ക്രിസ്ത്യാനിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഇരട്ടി പ്രാർത്ഥിക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ സ്ഥലത്ത് ആളെ പറയണില്ല, ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്നെ ഓടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാലും പുള്ളി പറഞ്ഞ് 1 സെൻറ്റ് ഭൂമി തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അച്ചായൻ്റെ സ്ഥലം എന്ന് വെച്ചാൽ മായത്തറ എനിക്ക് 30 മീറ്റർ തന്നു. അച്ചായൻ്റെ 2-3 മീറ്ററേ ഉള്ളു, കൂടി ഇപ്പോൾ 5 മീറ്റർ കാണും. അവിടെ റോഡുമില്ല, വഴി പോലും ഇല്ല. ഈ റോഡ് വന്നാൽ അച്ചായൻ്റെ സ്ഥലം ഞങ്ങൾക്ക് തന്നത് 10 ഇരട്ടി കാശ് അതിന് കിട്ടും എന്ന് പറഞ്ഞ് പുള്ളി ഏറ്റില്ല. ഏക്കാല വന്നപ്പോൾ ഞാൻ പിന്നെ ഇടവക്കാരെ വിളിച്ച് മൊത്തം കൂട്ടിയിട്ട് 3 വണ്ടി എടുത്ത് പുള്ളിയുടെ വീട്ടിൽ പോയി. 30 പേരെ കൊണ്ട് അവിടെ ഇറക്കി. ഞങ്ങൾ 30 പേരെ കൊണ്ടൊക്കെ പുള്ളി കാര്യം പറഞ്ഞതല്ല. ഇതെൻ്റെ ഇത്തരം ഒരു ചിന്തയിൽ നിന്ന് വന്നാണെന്ന് തോന്നരുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഇടവക്കാരെ മൊത്തം ആവശ്യമാണ്. ഇടവക്കാരെ മൊത്തം പ്രതിനിധികളെ 10-30 പേരെ കൊണ്ടേ കൊടുത്തു. പുള്ളിക്കാരൻ അപ്പോൾ അപ്പോഴാണ് പുള്ളിക്ക് സീരിയസ് ആയിട്ട് മനസ്സിലായത്. പുള്ളി അത് വില്ലിങ്ങായി. പിന്നെ അങ്ങനെ വന്നപ്പോൾ അറ്റം വരെയുള്ള ഒരു സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നു. ഒരു സ്ഥലം തന്നില്ല. തരാഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം അത് വേറെ ഒരാൾ വാങ്ങിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയായിരുന്നു. കാര്യം അയാൾക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി, അയാൾക്ക് വീട് വെക്കാൻ എന്തോ. അപ്പം അയാൾ ബെൻഡിൽ വെച്ച കാരണം ഉടമ തരണില്ല. പിന്നെ അങ്ങനെ വരുമ്പോൾ പിന്നെയും ഞാൻ 3 മാസം കൂടി പ്രാർത്ഥിച്ച്. 3 മാസം, കാര്യം ഉടമ തരണില്ലല്ലോ, കാര്യം ബെൻഡ് വന്നിരിക്കുകയല്ല. അപ്പം 3 മാസം കൂടി ജപമാല. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത്, ഇപ്പം ജപമാലയെ വെച്ചിരിക്കുന്നൊരു വിഷയം പിന്നെ ഞാൻ കുർബാനയെ വെക്കത്തില്ല. അതാണ് പ്രശ്നം. അതൊരു നിലപാടാണ്. ഒരു പ്രെയറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സംഭവമാണ്. അത് നടന്നാലും നടന്നു കഴിഞ്ഞാൽ ആ പ്രെയറെ വെക്കത്തുള്ളൂ. അമ്മയ്ക്കത് അറിയാം. നിങ്ങൾക്ക് അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ടാകണം ജീവിതത്തിലെ. നിങ്ങൾക്കും അമ്മയ്ക്കും മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ടാകണം. കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം അവനെ പാളിയ, അവൻ വേറെ നോക്കത്തില്ല. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ പട്ടിണി കിടക്കുമെന്നല്ലാതെ അതിൻ്റെ പേരിൽ വേറെ ഓപ്ഷൻ എടുക്കത്തില്ലെന്നറിയാം. ദൈവമായിട്ട് ഇടപെടുമ്പോൾ ഈശോയോട് പറയണ കാര്യങ്ങൾ അതുപോലെയാണ്. ഈശോയോട് പറഞ്ഞ കാര്യം നടന്നില്ലെങ്കിൽ അന്തരത്തോട് പറഞ്ഞ് ഇതെന്ത് പഞ്ചായത്തിന് ആട്ടിയും കളിയാ. അങ്ങനെയല്ല, ഇത് വിശ്വാസമാണ്. ഈശോയോട് പറയണ കാര്യങ്ങൾ അത്തരം കാറ്റഗറികൾ കാര്യങ്ങളെ പറയത്തുള്ളൂ. അതിനകത്ത് രക്ഷാകരമായ കണ്ടൻറ്റുകൾ ഉണ്ടാകണം. ഈശോയോട് നമുക്ക് സംസാരിക്കണമെങ്കിൽ രക്ഷാകര. കാരണം ഈശോയെ നമ്മളെ കളിയാക്കണ, കപ്പയ്ക്കും കഞ്ചിക്കും കർത്താവിൻ്റെ കൂടെ കൈ നീട്ടണത് കർത്താവിനെ കളിയാക്കണത് പോലെയാണ്. അവൻ അതിനു വേണ്ടിയുള്ള ക്രൂശിക്കപ്പെടാനല്ല, അവൻ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ളവനാണ്. അപ്പം നിത്യരക്ഷയുടെ കണ്ടന്റ് ഉണ്ടാകുന്ന വിഷയമാണ് നമ്മൾ ഈശോയുടെ ടേബിളിൽ വെക്കണത്. അപ്പം അത് അവനെ മഹത്വപ്പെടുന്ന തുല്യമാണ്. ഒരു മിഷൻ കർത്താവിന് മുമ്പിൽ വെക്കാം. കാര്യം അവൻ അതിനു വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്. അപ്പോൾ വലിയ വലിയ ആത്മരക്ഷാ നടപടികളും പദ്ധതികളുമാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വെക്കേണ്ടത്. ആഗന്തുകമായ ഭൗതിക സാഹചര്യത്തിൻ്റെ പോരായ്മയൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ അമ്മ സംവിധാനങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഈ ആളെ കൊണ്ടുവന്ന് തരും. വെറുതെ ഒരു എടുത്ത് അവിടെ അംഗീകരിക്കാൻ വന്നപ്പോൾ എന്നെ നോക്കി ചിരിച്ച്.
അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ചേച്ചമ്മയാണ് ഇതിൻ്റെ ഓണറെന്ന് ചോദിച്ചു. കാര്യം നാട്ടിലില്ല, എവിടെയെങ്കിലും ഇല്ല, അവരുടെ ഓഹരിയാണ്, അവർ കല്യാണം കഴിച്ച് എവിടെയോ വിട്ടിരിക്കുകയാണ്. എന്നിട്ട് വല്ലപ്പോഴും കൂടി തെങ്ങിയറിക്കാൻ വേണ്ടിയാണ്. ഞാൻ എനിക്ക് 3 സെൻറ്റ് സ്ഥലം തരുമോ എന്ന് ചോദിച്ചു. ചേച്ചമ്മ വിലക്കാ ചോദിച്ചു. വെറുതെ അല്ല, കാര്യം ഇതാണ് സംഭവം, ഇതാണ് ഈ പള്ളിയിൽ നിന്ന് പോകാൻ സ്ഥലമില്ല, അതുകൊണ്ടാണെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മകനെ അച്ഛനടുത്ത് വിട്ടേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പള്ളിക്കമ്പറ്റി വിളിച്ചു കൂട്ടി പിതാവിൻ്റെ അനുവാദം പെട്ടെന്ന് മേടിച്ച് 18,000 രൂപയ്ക്ക്, അന്ന് 18,000 രൂപ മതിയായിരുന്നു. എനിക്കൊരു 6,000 രൂപയ്ക്ക് ഒരു സെൻറ്റിന് സ്ഥലം തന്നു പള്ളിയുടെ വാതിക്ക്. അത് പള്ളിയുടെ നമുക്ക് പൈസ അതായത് അത് ന്യായമാണ്. കാര്യം അവർക്കങ്ങനെ വെറുതെ കൊടുക്കാൻ സ്ഥലമില്ല. ഒരു 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. നമുക്ക് ചോദിക്കണം ശരിയല്ല. അപ്പോൾ ഞാൻ വിലക്ക് ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ പറയണത്, ഇത് കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനായി. ഇലക്ഷൻ അത് തന്നെ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും BJPക്കാരും ഒക്കെ വന്ന് പള്ളിയിൽ വോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞ വോട്ടൊക്കെ തരാൻ കുഴപ്പമൊന്നുമില്ല, പള്ളിയിലൊക്കെ ആൾക്കാരൊക്കെ ബന്ധമുണ്ടല്ലോ, വിളിച്ചു പറയാം, സംസാരിക്കാം, എല്ലാവരും സഹായിക്കാം. ഞാൻ എല്ലാവരും സഹായിക്കുന്ന കൂടുതലാണ്. ഇന്ന ആൾക്കാരൊന്നും തന്നെയല്ല. 10 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ 3 ഭാഗിച്ച് 3 കൊടുക്കില്ല. അങ്ങനെയുള്ള രാഷ്ട്രീയമാണ്, അല്ല വേറെ രാഷ്ട്രീയങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾ പണി ചെയ്യണം. കാര്യം ഒരു മനുഷ്യൻ വരാതെ ഞാൻ ജനങ്ങളെല്ലാം കടപ്പുറത്ത് വിളിക്കും, മേക്കൊക്കെ കെട്ടി വെച്ച് വിളിക്കും. നിങ്ങളും എല്ലാവരും പിന്നെ സ്ഥാനാർത്ഥികൾ. അപ്പം ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് പറഞ്ഞേക്കണം. നിങ്ങൾ ജനങ്ങളൊക്കെ പ്രോമിസ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ലെന്ന് പറയും. ഞാൻ കടപ്പുറത്ത് മീറ്റിംഗ് വിളിച്ചു കൂട്ടി എല്ലാവരും വന്ന്, ജനങ്ങളും വന്ന്, ഈ മെമ്പർമാരെല്ലാവരും സ്ഥാനാർത്ഥികളെല്ലാം വന്ന്, അവർക്കും ഇഷ്ടപ്പെട്ടു. ജനങ്ങളെല്ലാം ഒരുമിച്ച് കിട്ടണമല്ലോ. അവരുടെ കാര്യം ആർക്കാണെങ്കിലും പറയാമല്ലോ. ഓരോ ഇഷ്ടമുള്ള ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വോട്ട് ചെയ്യും. പക്ഷേ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി 500 ആളെ ഒരുമിച്ച് കിട്ടണമല്ലേ. ഞാൻ എൻ്റെ കാര്യം വിശദീകരിച്ച് അവരവരുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ചിലർ റോഡ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അന്ന് ഇന്നത്തെ പോലെ റോഡ് ഇത്ര പെട്ടെന്ന് കിട്ടുന്ന കാലമല്ലത്. ഇപ്പോൾ ഈ വാർഡിൽ എനിക്ക് റോഡിൻ്റെ ഞാൻ മെമ്പറാകണമെങ്കിൽ എനിക്ക് പ്രയോറിറ്റിയോട് ചെയ്യാം. പാലമൊക്കെ തീരാണ്ടേ, പാലമൊക്കെ ബ്ലോക്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബ്ലോക്ക് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ തന്നെ അവരോട് സംസാരിച്ചത്. പക്ഷെ അത് ക്ലിക്കായി. കാര്യം ജയിച്ചവർ വന്ന് ജയിച്ചപ്പോൾ എന്നെ കണ്ടു പറഞ്ഞു, അച്ഛാ നമ്മുടെ പണി തുടങ്ങുക കേട്ടാന്ന് പറഞ്ഞു. നമ്മുടെ പണി തുടങ്ങുകയെന്ന് പറഞ്ഞ്. അപ്പം നല്ല കാശ് വേണം. കാര്യം കടപ്പുറം വരെ എല്ലാം തോടാണ്, അതെല്ലാം നികർത്തണം. പിന്നെ ഒരു നല്ല ഒഴുക്ക് തോട് 2 ഉണ്ട്, അതിന് പാലം വെക്കണം, നല്ല കാശാണ്. ഇപ്പോൾ ബ്ലോക്കിലും പഞ്ചായത്തിലൊക്കെ ആയിട്ട് വെച്ച് ഞാൻ അവിടുന്ന് ഇതും പറഞ്ഞ് ഇടവകയെന്ന് പോകുന്ന 1 കൊല്ലത്തിനുള്ളിൽ ഇന്ന് നമ്മൾ ചെല്ലുന്ന നോക്കുമ്പോൾ കർത്താവ് കഴിച്ചുകൊണ്ട് നിന്നൊരു സ്ഥലമില്ലേ, അതുപോലെ തന്നെ കടപ്പുറം വരെ റോഡാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ്, വീട്, വിവാഹം, ജീവിതം എല്ലാം ഈ കൊന്തമണികളിലുണ്ട്. നമ്മളെന്തിനാണ് ഈ രാവും പകലും? ഞങ്ങൾക്കറിയാമല്ലോ, വല്ല സ്വസ്ത്രക്കാഴ്ച കിട്ടിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്യണം. ഇല്ല, അമ്മയുടെ മുഖത്തൊരു ചിരി കാണാൻ വേണ്ടി ചെയ്യണ പരിപാടിയാണിത്. 24 മണിക്കൂറും കേരളത്തിൽ ഏത് ദേവകേന്ദ്രം 24 മണിക്കൂറും ഇവിടെ ഞങ്ങൾ ഇത് ലൈവ് ചെയ്യുന്നുണ്ട്. ഈ കറണ്ട് ചാർജും ഇതെല്ലാം മുടക്കണം എന്തിനാണ്? ഒന്നിനും വേണ്ടിയല്ല. നിങ്ങളെ അമ്മനെ ആശ്രയിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം തകരാറുണ്ട്, വീടില്ല, ജോലിയില്ല, വിവാഹമൊക്കണില്ല, കുഞ്ഞുങ്ങളില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇങ്ങനെ ഓരോ തരത്തെ വേദനിക്കുമ്പോൾ ഞങ്ങളും അതിൻ്റെ ഒപ്പം വേദനിക്കുന്നുണ്ട്. അല്ലാതെ ഇതൊരു ഫങ്ഷണൽ പ്രെയർ അല്ല, ഇതൊരു മിഷൻ പ്രെയറാണ്. ഒരു വീട്ടിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പ ആശുപത്രിയാണെന്ന് പറഞ്ഞാൽ ആ അപ്പായുടെ മകൾ എന്തുമാത്രം വേദനിക്കുന്നു, അത്രയും ഞങ്ങൾ വേദനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ മറന്നാലും ഞങ്ങൾ പിന്നെയും അമ്മയെ ആ കുഞ്ഞെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ കാര്യം? ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കൊരു ജീവിതമില്ല. അതാണ് പ്രശ്നം എന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വേദന, ഭാരം, അതെന്ത് തന്നെയായാലും മുടി കൊടിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കർത്താവിനോട് പറയും. ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും പറയും, കർത്താവ്